ഹായ്, ഞാൻ ഡോക്ടർ മുർഷിദ മുഹമ്മദ് അലി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മാതളം അല്ലെങ്കിൽ അനാറ്, പൊമഗ്രനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ്. ഇതിന്റെ ഗുണങ്ങൾ അറിയാത്തവർ കുറവായിരിക്കും അല്ലേ? PCOS ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും കുറക്കാനും അനാറിന് കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പൊമഗ്രനേറ്റിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ഈസ്ട്രജൻസ് ആയിട്ടുള്ള ജെനിസ്റ്റൈൻ, ഡെയ്റ്റ്സൈൻ, അതുപോലെ ഗ്ലൂട്ടാമിക് അമിനോ ആസിഡ്സ് ഇവയ്ക്കെല്ലാം PCOS ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള എക്സ്ട്രാക്ട്സ് ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം, അതായത് വാസോ ഡയലേഷൻ വർദ്ധിപ്പിക്കുകയും മ്യൂക്കസ് സെക്രീഷൻ ഇംപ്രൂവ് ചെയ്യുകയും അങ്ങനെ യൂട്രൈൻ വാൾ തിക്നെസ് കൂട്ടാൻ കാരണമാവുകയും ചെയ്യും. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇംപ്ലാന്റേഷന് കൂടി സഹായിക്കുന്നതാണ്. ആയുർവേദത്തിലും പലയിടങ്ങളിലായിട്ട് മാതളത്തിന്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. ചില ചികിത്സകളിലും മാതളത്തിന്റെ ഗുണം ആയുർവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. പനിയുള്ളപ്പോൾ നമുക്ക് മാതളം കഞ്ഞിയിൽ ചേർത്തിട്ടും കൊടുക്കാവുന്നതാണ്. അതുപോലെ അരുചി, ചുട്ടുനീറ്റല്, ദാഹം, അൾസറേറ്റീവ് കൊളൈറ്റിസ്, കുടലിലെ പുണ്ണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം നമുക്ക് അനാറ് കഴിക്കാവുന്നതാണ്. നല്ല ആന്റി ഓക്സിഡൻസ്, vitamin B5, പോളിഫെനോൾ ഒക്കെ അടങ്ങിയിട്ടുള്ള പൊമഗ്രനേറ്റ് നമുക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ, അതുപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉപയോഗിക്കാവുന്നതാണ്. മാതളത്തിന്റെ ഫ്രൂട്ട് പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതിന്റെ തൊലിയും. നമുക്ക് പൊമഗ്രനേറ്റിന്റെ തൊലി ഉണക്കി പൊടിച്ചും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആയുർവേദത്തിൽ ദാഡിമാഷ്ടക ചൂർണം, അതുപോലെ ദാഡിമാഷ്ടകം, ഘൃതം എന്നിവയിലെല്ലാം ഈ ഫലത്തിന്റെ തൊലിയാണ് ഉപയോഗിക്കുന്നത്. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ തോത് കൂട്ടാനും കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിച്ച് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മാതളത്തിന്റെ തൊലി ഉപയോഗിക്കാവുന്നതാണ്.